അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകൾ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള 19ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളിന്ന് വായിക്കുന്നത് അൽ ഹദീസു സാദിസ്, 6ാമത്തെ ഹദീസാണ്. 5 ഹദീസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് 6ാമത്തെ ഹദീസ് നമുക്കിന്ന് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദീസ് ഇപ്രകാരമാണ്: അൻ അബി അബ്ദില്ലാ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമാ ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن اتقى الشبهات فقد استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يقع فيه ألا وإن لكل ملك حما ألا وإن حمى الله محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب رواه البخاري ومسلم. ഇതാണ് ഹദീസ്. ഒരല്പം സുദീർഘമായൊരു ഹദീസാണ്, പക്ഷേ വളരെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഹദീസുമാണ്. 6ാമത്തെ ഹദീസായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹദീസിൻ്റെ അർത്ഥം അബൂ അബ്ദില്ലാ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ആരാണ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഹലാൽ അഥവാ അനുവദനീയമായത് വ്യക്തമാണ്, ഹറാം നിഷിദ്ധമായത് വ്യക്തമാണ്. എന്നാൽ അവക്കിടയിൽ സാദൃശ്യം തോന്നുന്ന അവ്യക്തങ്ങളായ കാര്യങ്ങളുണ്ട്. അധികം ആളുകൾക്കും അവയുടെ യാഥാർത്ഥ്യം അറിയുകയില്ല. അത്തരം അവ്യക്തതകളിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്നവൻ തൻ്റെ മതത്തെയും അഭിമാനത്തെയും സുരക്ഷിതമാക്കിയിരിക്കുന്നു. അത്തരം അവ്യക്തതകളിൽ അകപ്പെടുന്നവൻ നിഷിദ്ധങ്ങളിൽ വീഴുന്നു. അവനൊരു ഇടയനെപ്പോലെയാണ്. കൃഷിസ്ഥലത്ത് ആടിനെ മേക്കുന്ന ഒരു ഉടമയെ ഇടയനെപ്പോലെയാണ്. ചുറ്റും അവൻ അതിരിനെ മേക്കുന്നതിനാൽ അവനൊരു ഇടയനെപ്പോലെയാണ്. കൃഷിസ്ഥലത്തിൻ്റെ ചുറ്റും അവൻ അതിരിനെ മേക്കുന്നതിനാൽ അന്യൻ്റെ സ്ഥലത്ത് കടന്ന് മേയാനിടയാകുന്നു. ഓരോ രാജാവിനും ഓരോ സംരക്ഷിത സ്ഥലമുണ്ട്. അറിയുക, അള്ളാഹുവിൻ്റെ സംരക്ഷിത മേഖല അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളത്രേ. അറിയുക, ശരീരത്തിനൊരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അതത്രേ ഹൃദയം. ബുഖാരി മുസ്ലിം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഇതാണ് ഹദീസ്. ഹദീസിൻ്റെ ആ വാചകങ്ങളിൽ നിന്ന് തന്നെ ഹദീസ് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ആണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത് അൻ അബ്ദില്ലാ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമ. 2 പേരുണ്ട്, ബാപ്പയും മകനും. അവർ 2 പേരും സ്വഹാബികളാണ്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമ എന്ന് വന്നത്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രസിദ്ധനായ സ്വഹാബിയാണ്. അബൂ അബ്ദില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിൻ്റെ ഈ ഗ്രന്ഥരചനയിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു ശൈലി എന്ന് പറയുന്നത് സ്വഹാബികളോടുള്ള സ്നേഹം കാരണം അവരുടെ പേരിൻ്റെ കൂടെ കുഞ്ഞത്തുകൂടെ വിളിപ്പേര് കൂടെ ചേർത്തുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവ് ബഷീർ,
അദ്ദേഹം സഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ആ പിതാവാണ് നുഅ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകന് ഒരു മൃഗത്തെ, ഒരു ഒട്ടകത്തെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്, നബിയോടൊന്ന് ചോദിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്ന്, ഞാൻ എൻ്റെ ഇന്ന മകന് ഒരു ഒട്ടകത്തെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ബഷീർ റളിയല്ലാഹു അൻഹു നബിയോട് പറയുമ്പോൾ നബി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബാക്കിയുള്ള മക്കൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ അദ്ദേഹം മക്കൾക്കിടയിൽ നീതി കാണിക്കണമെന്ന വിഷയമൊക്കെ പഠിപ്പിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ടത് മഹാനായ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ ബഷീർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാനായ ആ സ്വഹാബി ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീത്താണ് ഈ ഹദീത്ത്. ഹദീത്തിൻ്റെ പ്രാധാന്യം നമ്മളിപ്പോൾ പഠിച്ച 5 ഹദീത്തുകൾ എടുത്തു നോക്കുമ്പോൾ ആ 5 ഹദീത്തുകളിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഹദീത്തുകളെ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള 3 ഹദീത്തുകളുണ്ട്. മനുഷ്യൻ്റെ അമലുകൾ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ, അതുമായി ബന്ധപ്പെട്ട 3 ഹദീത്തുകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ 3 ഹദീത്തുകളിൽ 2 ഹദീത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലൊന്ന് മനുഷ്യൻ്റെ ആന്തരികമായ കർമ്മവുമായി ബന്ധപ്പെട്ട നിയ്യത്തിൻ്റെ ഹദീത്താണ്. ഒരാളുടെ കർമ്മങ്ങൾ അത് സ്വീകാര്യമാകുന്നത് ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ഹദീത്താണ് ഒന്നാമത്തെ ഹദീത്ത്. രണ്ടാമത്തെ ഹദീത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ എന്ന് തുടങ്ങുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച മതത്തിലില്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയണം, നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയണമെന്ന ഹദീത്താണ്. ആ ഹദീത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ബാഹ്യമായ നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ബാഹ്യമായ വിഷയങ്ങളിൽ ഇടപെടുന്ന ഹദീത്താണ് ആ ഹദീത്ത്. മൂന്നാമത്തെ ഹദീത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീത്താണ്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും വേണ്ട ഭാഗങ്ങൾ, ഹലാല് ഹറാമ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹദീത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഹദീത്തുകളിൽ ഒരു ഹദീത്തായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇന്ന് നമ്മൾ വായിച്ച ഹദീത്തിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഹദീത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീത്ത് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഹദീത്താണ് നമ്മൾ മനസ്സിലാക്കി. നോക്കൂ നിങ്ങൾ, ഹദീത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ്. ഹലാൽ ഇവിടെ വ്യക്തമാണ്, ഹറാം ഇവിടെ വ്യക്തമാണ്. ഉദാഹരണം, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ആയത്തിൽ രണ്ടും വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ മുമ്പിൽ, ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലുകൾ ഹറാമുകൾ ഇതൊക്കെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിൽ അവ്യക്തതകളില്ല. അല്ലേ? ഹലാലായ കാര്യമേതാ നമുക്കറിയാം, ഹറാമായ കാര്യമേതാ അത് വ്യക്തതയുള്ള കാര്യങ്ങളാണ്. അതിലാർക്കും സംശയമല്ല. ഒരു സംശയത്തിനൊരു ഒരു പഴുതുമില്ലാത്ത വിധത്തിൽ വ്യക്തതയുള്ള കാര്യമാണ് ഹലാലും ഹറാമും എന്നുള്ളത്. എന്നാൽ ഹലാല് ഹറാമുകൾക്കിടയിൽ സാദൃശ്യം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കുക, മദ്യം ഹറാമാണ്, പലിശ ഹറാമാണ്, മോഷണം ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്. ഇതൊക്കെ വ്യക്തമാണ്, അതിലാർക്കും പ്രശ്നമല്ല. കച്ചവടം അത് ഹലാലാണ്. ജോലി ചെയ്യുക എന്നുള്ളത്, അധ്വാനിക്കുക എന്നുള്ളത്, അതിലൂടെ സമ്പാദിക്കുക എന്നുള്ളത് ഹലാലാണ്. അനുവദനീയമായ കച്ചവടമായിരിക്കണം, അനുവദനീയമായ ജോലിയായിരിക്കണം. അവിടെയൊക്കെ ഹലാലുകൾ വ്യക്തമാണ്, ഹറാമുകൾ വ്യക്തമാണ്. എന്നാൽ ഈ ഹലാലുകളുടെയും ഹറാമുകളുടെയും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങളിൽ അധിക ആളുകളും അറിയാത്തവരാണ്, അജ്ഞതയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സമീപനം സ്വീകരിക്കണം? ഹലാല് വ്യക്തമായാൽ അതാണ് നമ്മുടെ ദീന്, ഹറാമ് വ്യക്തമായാൽ അതാണ് നമ്മുടെ ദീന്. ആ ഹറാമിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഹലാലുകൾ നമുക്ക് ചെയ്യാം, എന്നാൽ അതിൻ്റെ ഇടയിൽ സാദൃശ്യമുള്ള, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണ്? അത് മുഷ്തബിഹാത്താണ്, അത് വ്യക്തതയില്ലാത്ത, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം? മഹാനായ ഹസൻ ഇബ്നു അലി അദ്ദേഹം പറയുന്നുണ്ട്, ഹഫിൽതു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, ഞാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്.
എന്താണ് നബി പറഞ്ഞത്? ദഅമ യരിബുക ഇലാ മാ ലാ യരിബുക ഫഇന്ന സിദ്ഖ തുമഅനിയത്തുൻ വഇന്നൽ കദിബരീബത്തുൻ. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ഹദീസാണിത്. എന്താ ഹദീസിലുള്ളത്? സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ സത്യം മനസമാധാനവും അസത്യം അസ്വസ്ഥതയും ആകുന്നു എന്നത് നബി പറഞ്ഞിട്ടുണ്ട്. അഥവാ സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ദഅമ യരിബുക ഇലാ മാ ലാ യരിബുക, സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, ഉറപ്പുള്ളത് സ്വീകരിക്കുക. അതാണ് വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ ആ വ്യക്തമായ ഹലാലുകൾ നമുക്ക് സ്വീകരിക്കാം, ഹറാമുകൾ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അവ്യക്തമായ അത്തരം കാര്യങ്ങൾ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ എന്ത് ചെയ്യില്ല? അയാൾ ഹറാമിൽ പോയി ചാടൂല. ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്ത വ്യക്തതയില്ലാത്തൊരു കാര്യത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ ഒരുപക്ഷെ അയാൾ എന്ത് ചെയ്യും? അയാൾ ഹറാമിൽ പോയി ചാടാൻ സാധ്യതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഉദാഹരണം, ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശയുമായി ബന്ധപ്പെട്ട് പലിശയുടെ പണം എന്ത് ചെയ്യണം? തർക്കമുള്ള വിഷയമാണ്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതേപോലെ തന്നെ ബാങ്കിലേക്കൊരാൾ ഒരു അക്കൗണ്ട് തുടങ്ങാൻ അത്തരം ഒരു ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴിക്ക് പോകേണ്ടതില്ല, നമ്മളയാളെ സഹായിക്കേണ്ടതില്ല, അതിനുവേണ്ടി അയാളുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറയാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വുളു വേണോ വേണ്ടേ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ? എന്താ അഭിപ്രായ വ്യത്യാസം? എന്താ? ഒരുപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ ഓതാൻ അതിന് വുളു വേണം. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ശുദ്ധിയോടുകൂടെയാണ് ഖുർആനെ സ്പർശിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു വ്യക്തതയുള്ളത് അതാണ്. എന്നാൽ പണ്ഡിതന്മാർ പഠനത്തിന്, പാരായണത്തിന്, അതേപോലെ തന്നെ മറന്നു പോകാതിരിക്കാൻ അവർക്ക് എന്ത് ചെയ്യുക? വുളു ഇല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് മെൻസസ് പീരീഡിലുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവർക്ക് പാരായണം ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ കാര്യം നന്നായി പഠിച്ച ആളുകൾക്ക് മനസ്സിലാകും. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനതിൽ അവ്യക്തതയുണ്ട്. അവനതിൽ വ്യക്തതയില്ല എങ്കിൽ അവൻ ഏതാ സ്വീകരിക്കേണ്ടത്? അവൻ ഖുർആൻ ഓതുമ്പോൾ വുളുവോടുകൂടെ ഓതണം. വുളു ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതാൻ പാടില്ല. അയാൾ സ്വീകരിക്കേണ്ട നിലപാടതാണ്. മനസ്സിലായില്ല? അറിയാത്ത കാര്യങ്ങളിൽ. എന്നാൽ വ്യക്തത വന്നാൽ, മനസ്സിലായാൽ, ബോധ്യപ്പെട്ടാൽ, ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യുക? അത് ചെയ്യാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബ് വരുമാനം, യൂട്യൂബിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മളൊരു ക്ലാസ് ഇട്ടു, നമ്മളൊരു പ്രസംഗം നടത്തി, നമ്മളെന്തെങ്കിലും വീഡിയോ ചെയ്തു, അപ്പോൾ അത് കുറേ ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് നമുക്കെന്ത് ചെയ്യും? നമുക്ക് പണം കിട്ടുന്നത്. അത് മാത്രമാണ് അതിൻ്റെ പിന്നിൽ? അല്ല. അതിൻ്റെ പിന്നിൽ പരസ്യങ്ങളുടെ ധാരാളം പരസ്യങ്ങൾ, ആഡുകൾ വരുന്നുണ്ട്. ആ ആഡുകളിൽ അനിസ്ലാമികമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ നോക്കുന്നു, അതിൽ വ്യക്തതയില്ല. അത് വ്യക്തമായൊരു കാര്യമല്ല. ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് പണം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹ فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. എന്താ അല്ലാഹു പറയുന്നത്? നബിയെ, നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നവനത്രേ, അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട്. അവയത്രേ വേദഗ്രന്ഥത്തിൻ്റെ മൗലിക ഭാഗം. ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുണ്ട്. എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു. അഥവാ സംശയമുള്ള കാര്യങ്ങളെ ആൾക്കാർ പിന്തുടരാണ്, ഉറപ്പില്ലാത്തതിന്. അത് പാടില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞത്. അവ്യക്തമായ കാര്യങ്ങളുടെ പിറകെ നമ്മൾ പോയാൽ നമ്മൾ ഹറാമിൽ വീഴാൻ സാധ്യതയുണ്ട്. അത് നബി പറഞ്ഞ ഉദാഹരണം, എന്താ പറയുന്നത്? പണ്ട് കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് അവരുടെ മൃഗങ്ങളെ, ഒട്ടകങ്ങളെയൊക്കെ മേക്കാൻ പ്രത്യേകമായ മേച്ചിൽപ്പുറങ്ങളുണ്ട്, ഇടങ്ങളുണ്ടാകും. വേലി കെട്ടി പ്രത്യേകമായി തിരിച്ചു വച്ച ഇടങ്ങളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരാട്ടിടയനായ ഒരാൾ അയാളുടെ പറമ്പിൽ ആടിനെ മേക്കാണ്. അപ്പോൾ അയാൾ ആടിനെ മേക്കുന്ന സമയത്ത്
തൻ്റെ അയൽവാസിയുടെ അല്ലെങ്കിൽ അതിര് കെട്ടിയ വേലി കെട്ടിയ മറ്റൊരാളുടെ പറമ്പിൻ്റെ ആ അതിരിൻ്റെ സമീപത്ത് കൊണ്ടുപോയി ആടിനെ മേച്ചാൽ, ആട് ബുദ്ധിയുള്ള ജീവിയല്ല, അതുകൊണ്ട് തന്നെ ആടെന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മറ്റൊരാളുടെ പറമ്പിൽ കയറി പുല്ല് തിന്നാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെയാണ് അവ്യക്തമായ കാര്യങ്ങളുടെ പിറകിൽ നമ്മൾ പോയാൽ, ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളുടെ കൂടെ പോയാൽ ഹറാമുകളിലേക്ക് പതിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, തിന്മയിലേക്ക് നയിക്കുന്ന വഴികൾ അടച്ചിടണമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. തിന്മയിലേക്ക് നയിക്കുന്ന, അഥവാ ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്, മുതശാബിഹായ സാദൃശ്യമുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകാൻ പാടില്ല എന്നാ. ഇപ്പം നോക്കൂ നിങ്ങൾ, വല തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരമാകുന്ന തിന്മ വലിയ പാപമാണ്. ആ വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ആ തിന്മകളോട് അകലം പാലിക്കണം, തിന്മകളിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു അധ്യാപനം കൂടെ ഈ ഹദീസിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ എത്രയാവ? പടച്ചോൻ വെച്ച നിയമപരിധികളുണ്ട്. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന സ്ഥലത്തേക്ക് പോകാം, ഇന്നടത്തേക്ക് പോകാൻ പാടില്ല, ഇന്നത് കാണാം, ഇന്നത് കാണാൻ പാടില്ല, ഇങ്ങനെ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. ആ നിയമപരിധികൾ എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. അത് ലംഘിക്കുന്ന ആളുകൾ അവർ അക്രമികളാണ് എന്നാണ്. അവരക്രമികളായ ആൾക്കാരാണ്. അപ്പോൾ ഹറാമുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പരിധി ലംഘിക്കലാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ, ഹലാലാണോ ഹറാമാണോ എന്നറിയാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഹറാമിൽ വീഴാനും അക്രമിയാകാനും നമുക്ക് സാധ്യതയുണ്ട്. ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നബി പറഞ്ഞു, അല്ല നിങ്ങൾ അറിയണം, വഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ കഷ്ണം നന്നായാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി നന്നാകും. വഇദാ ഫസദ, അത് കേടുവന്നാലോ ഫസദൽ ജസദു കുല്ലു, നിങ്ങളുടെ ശരീരം പൂർണ്ണമായി കേടുവരും. അല നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ശരീരത്തിലെ ഹൃദയത്തെക്കുറിച്ച്, ഹൃദയം നന്നാക്കുന്നതിനെക്കുറിച്ച്, ഹൃദയം നന്നാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഹറാമുകൾ ചെയ്താൽ, ഈ സാദൃശ്യമുള്ള സംശയമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ഹൃദയം കേടുവരാൻ സാധ്യതയുണ്ട്, മലീമസമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ പരിശുദ്ധമായി നിലനിർത്തേണ്ടതുണ്ട്. ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ നേതാവ് ഹൃദയമാണ്. മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്തുന്ന അവൻ്റെ ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ അത് നന്നായാൽ നമ്മുടെ ശരീരം പൂർണ്ണമായി നന്നാകും. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹറാമുകളിലേക്ക് പോകാതെ ഹലാലുകൾ മാത്രം ചെയ്ത്, നിഷിദ്ധമായ കാര്യമാണോ അല്ലെങ്കിൽ അനുവദനീയമാണോ എന്നത് വ്യക്തതയില്ലാത്തതാണ് എങ്കിൽ ആ സമീപത്തേക്ക് പോകാതെ, അതുമായി അടുക്കാതെ എന്ത് ചെയ്യുക, അകന്നു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയം നന്നാകും. അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കുന്ന ആളുകളാവുകയില്ല നമ്മൾ. അള്ളാഹുവിൻ്റെ പരിധികൾ പാലിക്കുന്ന, ഹുദൂദുകൾ പാലിക്കുന്ന, അതിർവരമ്പുകൾ ലംഘിക്കാത്ത നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഈ ഹദീത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഹദീത്താണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ഹലാലാണോ ഹറാമാണോ അതോ അവ്യക്തതയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അവ്യക്തമായ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഹലാലും ഹറാമുമാണ് വ്യക്തത. അപ്പോൾ നോക്കൂ നിങ്ങൾ, തേങ്ങ ഉപയോഗിക്കാം, പച്ചക്കറികൾ ഉപയോഗിക്കാം, അല്ലെ, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, നമുക്ക് എന്തും കഴിക്കാം. അതിൽ കഴിക്കാമെന്നുള്ളതാണ് കൂടുതൽ. ഹലാലുകളാണ് ഇവിടെ കൂടുതലുള്ളത്. ഹലാലുകളാണ് കൂടുതൽ. നോക്കൂ നിങ്ങൾ, ഏത് വിഷയമെടുത്താലും ഹലാലുകളാണ് കൂടുതലുള്ളത്, ഹറാമുകൾ വളരെ കുറവാണ്. ഇപ്പം ഭക്ഷണം എടുത്തു നോക്കിയാൽ ഭക്ഷണത്തിൻ്റെ ഗണത്തിൽ വളരെ കുറച്ച് മാത്രം ഹറാമുള്ളത്, അല്ലേ. പന്നി മാംസം പാടില്ല, മദ്യപിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ കൊമ്പുള്ള അത്തരത്തിലുള്ള ജീവികൾ, പല്ലുകൊണ്ട് അതുകൊണ്ട് വേട്ടയാടുന്ന ജീവികൾ, അവയെ കഴിക്കാൻ പാടില്ല. അങ്ങനെ വളരെ ചുരുക്കം. ഇപ്പം ഉടുമ്പിൻ്റെ വിഷയം എടുക്കുക. ഉടുമ്പിൻ്റെ മാംസം അനുവദനീയമാണോ, അത് ഹലാലാണോ ഹറാമാണോ സംശയമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കാറുണ്ടായിരുന്നില്ല എന്ന് വേറെ ചില ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. അപ്പം അത് അവ്യക്തതയുള്ള കാര്യമാണ്. അതിൽ പണ്ഡിത ലോകത്ത് ചർച്ചയുള്ള കാര്യമാണ്. അപ്പം നമുക്കത് അവ്യക്തമാണ് എങ്കിൽ, നമുക്കതിൽ വ്യക്തതയില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കുക.
നമ്മൾ ഹലാലായ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഹലാലുകളെക്കുറിച്ച് ഹറാമുകളെക്കുറിച്ച് നന്നായി പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഹലാലുകളും ഹറാമുകളും പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിനെ നന്നാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.